ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. രാവിലെ മുതൽ രാത്രി വരെ ഉണ്ട്. അപ്പോൾ എല്ലാവരും മുഴുവനായിട്ടും കാണുക, കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, പിന്നെ ഹൈപ്പും കൂടി ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് മസാല ദോശയാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സവാളയൊക്കെ ഞാൻ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതാ കുക്കറിൽ കുറച്ച് പച്ചക്കറികളൊക്കെ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ ക്യാരറ്റും ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ ബീട്രൂട്ടൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടൻ ഇതുപോലെ ക്യാരറ്റും ബീട്രൂട്ടൊക്കെ മേടിച്ചുകൊണ്ട് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ടേ. അപ്പോൾ കുറച്ചധികം ഉണ്ടാവും. പിന്നെ അധികം ആരും ഉപയോഗിക്കേണ്ട കാരണം അത് ഇങ്ങനെ ചീഞ്ഞ് പോകാറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാതും കൂടി ഇട്ടിട്ട് ഞാനൊരു മസാല ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ചട്നിയൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചോറൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് നമ്മൾ ദോശ, ഒരു സ്പെഷ്യൽ ദോശയാണ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം ഈ ഒരു ദോശ നമ്മൾ സാധാരണ ഉഴുന്നും അരിയൊക്കെ കൊണ്ടിട്ട് തന്നെയാണ് അരച്ചിട്ടുള്ളത്. പിന്നെ അതിൽ ഞാൻ കുറച്ച് നമ്മുടെ ഈ ഒരു റാഗിപ്പുല്ലുണ്ടല്ലോ, അതിൻ്റെ ഒരു കുറച്ച് ഇരുന്നായിരുന്നു കേട്ടോ. അത് ഞാൻ ഈ അരിയുടെ കൂടെ തന്നെ കുതിർത്തിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്ത് നോക്കുന്നത്. ഞാൻ റാഗി ദോശ റാഗിയും ഉഴുന്നും മാത്രമായിട്ട് ഉണ്ടാക്കണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിനുള്ളത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ അരി അരക്കുന്നതിൻ്റെ കൂടെ അങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മുടെ മാവ് കുറച്ച് അധികമാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു ഇഡലി മാവിൻ്റെ പരുവത്തിനാണ് ഞാനത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. നമുക്ക് ഇഡലി വേണമെങ്കിൽ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചതിന് ശേഷമാണ് ഞാനൊരു ദോശയുടെ പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മളത് ലൂസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഉരുളക്കിഴങ്ങ് മാത്രമായിട്ടുള്ള മസാലയാണ് ഇഷ്ടം. പിന്നെ ഞാൻ ആ ഒരു വെജിറ്റബിളൊക്കെ ഇനി വേസ്റ്റായി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാതും കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് വേവിച്ചിട്ടുള്ളത്. പിന്നെ അത് നല്ല പോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കും കേട്ടോ. അപ്പോഴാണ് മസാലയ്ക്ക് ടേസ്റ്റ്. അപ്പോൾ അങ്ങനെ ഓരോരോ ദോശകളും നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചോറൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അത് നമ്മൾ അതൊന്ന് ഊറ്റിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഊറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ വാർക്കല്ല, ഊറ്റിയെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതാ പിള്ളേരും അച്ഛനും അമ്മയൊക്കെ എല്ലാവരും ചായ കുടിച്ച് കഴിഞ്ഞു. അവസാനം ഞാനാട്ടാ. അപ്പോൾ എൻ്റെ ദോശ കുറച്ചൊന്ന് മുരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്കിതുപോലെ മുരിഞ്ഞ ദോശ കഴിക്കാനാണ് താല്പര്യം. അപ്പോൾ ചില സമയത്ത് ദോശയൊക്കെ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഞാൻ അടുപ്പിൻ്റെ അവിടെ തന്നെ അപ്പം ഉണ്ടാക്കി കഴിക്കുകയാണ് ചെയ്യാറ് കേട്ടോ. അത് നല്ലൊരു ടേസ്റ്റാണേ. അപ്പോൾ അങ്ങനെ നമ്മൾ ദോശയും ചായയും കൂടിയൊക്കെ കഴിഞ്ഞപ്പോൾ വന്നപ്പോൾ ചേട്ടൻ കുറച്ച് മാങ്ങയൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ തത്തയ്ക്ക് മാങ്ങയൊക്കെ കൊടുക്കണം. പിന്നെ ലച്ചുവിനും മാങ്ങ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചേട്ടൻ പോയി വന്നപ്പോൾ കുറച്ച് 2-3 തരം മാങ്ങയൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ മാങ്ങ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ നല്ല മധുരം ഉണ്ടെന്ന് പറഞ്ഞ് എന്നെ കൊതിപ്പിച്ചത് കാരണമാണ് ഞാനിപ്പോൾ ഒരു മാങ്ങ എടുത്ത് കഴിച്ച് നോക്കിയത്. പക്ഷേ അതിൽ കുറച്ച് മധുരവും പുളിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു മാങ്ങ കഴിഞ്ഞു. മാങ്ങ നിന്നും വയറ് ഫുള്ളായി. ഇനി ഉച്ചത്തെ പണികൾ നോക്കുകയാണ്. പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്. ഒരു മാമ്പഴ പുളിശ്ശേരി വെക്കണം. പിന്നെ ആനയോട്ടം കേട്ടോ. നമുക്ക് പറ്റുകയാണെങ്കിൽ ആനയോട്ടം കാണാൻ വേണ്ടി പോവാം. അപ്പോൾ ചേട്ടന് ഉച്ചയ്ക്ക് മില്ലറ്റ് കഞ്ഞിയാണ് ഉണ്ടാക്കാറുള്ളത്. അതൊന്ന് കഴുകിയിട്ട് വെള്ളത്തിൽ കുതിർത്താൻ വെക്കണം. ഞാൻ കാലത്ത് തന്നെ ഇടാൻ മറന്നുപോയി. ഉണ്ടല്ലേ 2 സ്പൂൺ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ചേട്ടൻ കുറച്ച് നാളായിട്ട് അരി ഭക്ഷണം ഒന്നും കഴിക്കാറില്ല. അരി ഭക്ഷണം ചോറ് കഴിക്കാറില്ല. ഇത് കഞ്ഞിയാണ് കുടിക്കാറ്. അപ്പോൾ അതിന് വേണ്ടി വെക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മളിതാ ഇന്ന് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. നമ്മുടെ കൊല്ലത്തെ ആദ്യത്തെ മാമ്പഴ പുളിശ്ശേരിയാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ ഉച്ചയ്ക്ക്. കാണാം. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്. ചായ കുടിച്ച പാത്രങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് മുമ്പായിട്ട് ചേട്ടന് കഴിക്കാനുള്ള ഒരു കഞ്ഞി മില്ലറ്റ് തന്നെ കേട്ടോ. അത് നമ്മൾ അതിൽ 2-3 തരം ധാന്യങ്ങൾ വരുന്നുണ്ട്. നമ്മുടെ പിന്നെ എന്തുട്ടാണ് അങ്ങനെ 2-3 തരം ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ വന്നതാണ് നമ്മുടെ ഒരു റാഗിപ്പുല്ല് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3-4 സെക്ഷനായിട്ട് ഇങ്ങനെ ഓരോരോ സംഭവങ്ങളുണ്ടാകും. അതൊക്കെ കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് 2 സ്പൂൺ എടുത്തിട്ടാണ് കഞ്ഞി വയ്ക്കുക. അപ്പോൾ ആ ഒരു റാഗി ഇടണ്ടെന്ന് ചേട്ടൻ പറഞ്ഞപ്പോൾ ഞാൻ അതെടുത്തിട്ട് അതിലേക്ക് കൂടി അരച്ചതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതിൽ കഞ്ഞി വയ്ക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞപ്പോൾ നമ്മൾ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് പൂന്തോട്ടത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ എനിക്ക് കുറച്ച് നേരം ഇവിടെയൊക്കെ നടന്ന് ചെടികളൊക്കെ കാണണം കേട്ടോ. നല്ലൊരു സമാധാനമുള്ളൂ. പിന്നെ പിള്ളേരൊക്കെ പഠിക്കാൻ പോകുന്ന ദിവസമൊക്കെ ആണെങ്കിൽ അവർ പോയി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം ഞാനിങ്ങനെ ചെടിത്തോട്ടത്തിലൊക്കെ നടക്കും കേട്ടോ. അതായത് ഇപ്പം നമ്മുടെ ഈ ഒരു താരം എന്ന് പറയണത് നമ്മുടെ ബൊഗൈൻവില്ലയാണല്ലോ. അപ്പം ഞാൻ കൊമ്പ് കുത്തി പിടിപ്പിച്ചതാണ് കേട്ടോ 2 ബൊഗൈൻവില്ല. അതിൽ നിറച്ച് പൂട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് എപ്പോഴും അതിനെ വന്ന് നോക്കിയിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ചിലപ്പോൾ രാത്രിയൊക്കെ ഞാനിങ്ങനെ വന്ന് ഇങ്ങനെ നോക്കിയിരിക്കും കേട്ടോ. അപ്പോൾ ഞാനൊരു കുഞ്ഞൊരു കമ്പ് നമ്മുടെ റോട്ടിലേക്ക് ചാഞ്ഞ് വയ്ക്കുന്ന കമ്പ് പൊട്ടിച്ച് കൊടുന്ന് പിടിപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വർഷമാണ് ഇതിൽ കുറേ പൂക്കൾ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നത്. അപ്പോൾ അത് കാണാൻ തന്നെ ഭംഗിയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ
ബ്രൈഡൽ ബൊക്കയുടെ മുകളിലും നിറയെ പൂവിട്ടിട്ടുണ്ട്. പിന്നെ ഇതാ പെറ്റൂണിയ ഉണ്ട്. അപ്പം എല്ലാതും നന്നായി പൂത്തലഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിതിങ്ങനെ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കുറച്ച് നേരമൊക്കെ നടക്കും കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഇതുപോലെ ചെടികളൊക്കെ കുത്തിയിടുന്നതൊക്കെ കണ്ടിട്ട് പിള്ളേരും ഇതാ ഇതുപോലെ ഇങ്ങനെ ഓരോന്നൊക്കെ നടും കേട്ടോ. അപ്പോൾ ശ്രീകുട്ടൻ്റെ കുറച്ച് കൃഷികളാണ്. എൻ്റെ ചെടിയിൽ നിന്നൊക്കെ പൊടിച്ചുകൊണ്ടുപോയിട്ട് അവൻ ഇതുപോലെ ഓരോന്നൊക്കെ നട്ടുപിടിപ്പിക്കും കേട്ടോ. പിന്നെ കുറച്ച് തക്കാളി തൈയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു റോസിൻ്റെ അവിടെ തക്കാളി തൈയൊക്കെ നന്നിട്ട് ഈ ഒരു റോസ് കംപ്ലീറ്റ് ആയിട്ട് പോയതായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ ഞാൻ വെട്ടി ഒതുക്കി ശരിയാക്കി വെച്ചതാണ് കേട്ടോ. അപ്പം ചെടികളുടെ വീഡിയോ ഒക്കെ ഞാൻ പിന്നീട് കാണിച്ചു തരാം. അപ്പോൾ ഇനി നമ്മളിതാ ഉച്ചയ്ക്കുള്ള കറികൾ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മാമ്പഴ പുളിശ്ശേരിയാണ് വെക്കുന്നത്. അതിൽ നല്ല ചെറിയ തരം മാങ്ങ ഉണ്ടല്ലോ, അത് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കഴിച്ച് നോക്കുകയാണ് കേട്ടോ. കാരണം നമ്മുടെ മുട്ടിക്കുടിയൻ മുത്തുകുടിയൻ എന്നൊക്കെ പറയുന്ന തരം മാങ്ങയുണ്ടല്ലോ, അതാണ് തോല് ചീന്തിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ തോലിൻ്റെ ഉള്ളിൽ കുറച്ചൊക്കെ ദശയൊക്കെ ഉണ്ടാവില്ല, അതൊന്ന് കഴിച്ച് നോക്കിയിട്ട് കേട്ടോ. നല്ല അസാധ്യ മധുരമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിതാ തോലൊക്കെ ചീന്തിയിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ മാമ്പഴ പുളിശ്ശേരി വെക്കുന്നത് എൻ്റെ രീതിയിൽ എങ്ങനെയാണ് വെക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഓരോരുത്തരുടെ രസത്തിനനുസരിച്ച് ടേസ്റ്റിനനുസരിച്ചിട്ടൊക്കെയാണല്ലോ വെക്കുക. അപ്പോൾ ഞാനിതാ കുറച്ച് മാമ്പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട്, പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും അതുപോലെ തന്നെ കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചിലർ പച്ചമുളക് മാത്രമാണ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇനി ഞാൻ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് അത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്കുള്ള അരപ്പൊക്കെ തേങ്ങ അരപ്പിന് വേണ്ടിയിട്ടുള്ള തേങ്ങ ഉള്ളിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൽ കുറച്ച് ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു അരപ്പിൻ്റെ കൂടെ തന്നെയാണ് കേട്ടോ തൈര് ഒഴിച്ച് കൊടുക്കുക, എന്നിട്ട് അരച്ച് വയ്ക്കാറുണ്ട് കേട്ടോ. പാകത്തിന് പുളി നോക്കിയിട്ടാണ് ഒഴിച്ച് വയ്ക്കാറുള്ളത്. അങ്ങനെ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് അലച്ചു അടിച്ച് വരികയാണ് കേട്ടോ. അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ കണ്ടപ്പോൾ അവൾ സ്റ്റോപ്പ് ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു അടുപ്പത്ത് വെച്ചതിന് ശേഷമാണ് എനിക്ക് ഓർമ്മ വന്നത്, ചിലവർ ഇതിൽ വെള്ളരിക്ക ഇടും. പിന്നെ നമ്മുടെ ഫ്രിഡ്ജിൽ കുറച്ച് ഒരു കഷ്ണം വെള്ളരിക്ക ഇരിക്കുന്നുണ്ട്, അത് ഇന്നെടുത്തില്ലെങ്കിൽ അത് നാശമായി പോവും. അപ്പോൾ ഞാനത് ഒരു കുക്കർ തുറന്നിട്ട് നമ്മൾ വെള്ളരിക്കയും കൂടി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വെന്ത് വന്നപ്പോൾ നമ്മളിതാ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുള്ള ആ ഒരു തേങ്ങയുടെ കൂട്ട് നമ്മളിതിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് ഇതിന് ചെറിയൊരു കളർ കുറവൊക്കെ തോന്നിയത്. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തു കേട്ടോ. തൈര് നല്ല പുളിയായിരുന്നു കേട്ടോ. അപ്പോൾ അത്ര പുളി നമുക്ക് വേണ്ട, കുറച്ച് മധുരം വേണമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ തലച്ച് അവിടെ മേശയൊക്കെ വൃത്തിയാക്കുകയാണ് കേട്ടോ. പിന്നെ ഗ്ലാസ്സൊക്കെ തുടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചില സമയത്ത് എനിക്ക് എന്തെങ്കിലും പണി തരൂ എന്ന് പറഞ്ഞിട്ട് ആൾ വരും കേട്ടോ. ഞാൻ ചെയ്യണ്ടെന്ന് പറഞ്ഞാലും ആൾ ചെയ്യും. അപ്പോൾ അതൊക്കെ ഒരു ചില സമയത്ത് ഭയങ്കര ഹെൽപ്പാണ്. പിന്നെ അമ്മ അവിടെ കിടന്ന് ഉറങ്ങണ്ട, ചായ കുടി കഴിഞ്ഞപ്പോൾ ഉറങ്ങുകയാണ് ആൾ. അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞിട്ടാണ് എനിക്കുള്ളൂ, സമയം 11:30 ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ കറി ഇതാ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഉപ്പും മുളകൊക്കെ നമ്മൾ നോക്കിയിട്ട് അതൊന്ന് ഇറക്കി വെച്ചിട്ട് പിന്നെ അതിലേക്ക് നമ്മളിതാ കടുക് പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വേപ്പിൻ്റെ ഒന്നും ഉണ്ടായിരുന്നില്ല, അതുപോലെ വറ്റൽമുളകൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നല്ല 2 മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വേപ്പിൻ്റെ നല്ല പോലെ തളർത്ത് വരും. ഇപ്പോൾ വേപ്പിലൊക്കെ ഒരു ജാതിയായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ട് കറിയിൽ വേപ്പിൻ്റെ ഒന്നും ഇടാറില്ല. പിന്നെ അത് മഴയൊക്കെ പെയ്ത സ്ഥിതിക്ക് അതൊക്കെ നല്ല റെഡിയായിട്ട് വരും കേട്ടോ. ഇനി നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇനി ഇതിലേക്ക് ഇതാ കടുക് പൊട്ടിച്ചു, കടുകും ഉലുവയും പിന്നെ അതിൽ കുറച്ച് കളറിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിതാ ഒരു വെച്ച പാത്രവും പിന്നെ ചോറ് വെച്ചുള്ള കാലമൊക്കെ ഒന്ന് കഴുകിയെടുക്കണം. അപ്പോഴാണ് ശ്രീകുട്ടൻ പറമ്പിൽ നിന്നൊരു ചെടി എന്തോ പറിച്ചു കൊടുക്കുന്നത്, എന്താ നോക്കുന്നത്, ചെടിയാണോ എന്താണോ നോക്കുന്നത് എന്നിട്ട് കൊടുന്നിട്ടാണ് നോക്കിയപ്പോൾ ഇതുപോലൊരു ചെടി ഇവിടെ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അത് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞെങ്ങാനും മഴ പെയ്തപ്പോൾ മുളച്ച് വന്നതാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഒന്ന് കുഴിച്ചിട്ട് നോക്ക്, പൂ ഉണ്ടാവുകയാണെങ്കിൽ നമുക്കറിയാലോ അതെന്താണെന്നുള്ളത്. അപ്പോൾ ഈ മഴ പെയ്തപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയ കുറേ ചെടികളുടെ വിത്തുകൾ ഇങ്ങനെ പറമ്പിൽ വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ മുളച്ച് വന്നിട്ടുണ്ട്. എൻ്റെ വിൽക്ക കുറേ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അപ്പോൾ പോയതൊക്കെ ഇപ്പോൾ നമ്മൾ മഴ പെയ്തപ്പോൾ വിത്ത് ഇങ്ങനെ മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അടുക്കളയിലത്തെ ഒരുവിധം പണികൾ കഴിഞ്ഞപ്പോൾ കുറച്ച് തുണികൾ അലക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അലക്കി പിന്നെ ഞാൻ ഒരു മുകളിൽ കൊണ്ടുപോയിട്ട് വിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതാ നമ്മൾ കഞ്ഞി വെക്കാൻ നോക്കുകയാണ് കേട്ടോ. ഇതിൽ നമ്മളുടെ ചാമരി തിന പിന്നെ എന്തൊരു മണിച്ചോളം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, പിന്നെ വേറെ എന്തോ ഒരു സംഭവം ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മണിച്ചോളമൊക്കെ കുറച്ച് നേരം കുതിർത്തിട്ടാണ് അത് പെട്ടെന്ന് വേവുള്ളൂ. അപ്പോൾ ഞാൻ സാധാരണ തലേ ദിവസം അത് കഴുകിയിട്ട് വെള്ളം ഒഴിച്ച് വെക്കും. പിന്നെ ആ ഒരു വെള്ളത്തിലും കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ വേവിച്ചെടുക്കുകയാണ് ചെയ്യാറുള്ളത്. പിന്നെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് രാവിലെ കേട്ടോ വെള്ളത്തിൽ ഇട്ട് വെക്കാറ്. രാവിലെ ഇട്ട് വെച്ചാലും കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ വേവുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ വറ്റിച്ചെടുക്കും കേട്ടോ. പിന്നെ കുറച്ച് നേരം ഈ ഒരു കഞ്ഞി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വെള്ളമൊക്കെ കുടിച്ചിട്ട് അത് കട്ടയാവും. അപ്പോൾ ഞാൻ അതിനുള്ള പാകത്തിന് വേവാക്കിയിട്ട് ഞാൻ മാറ്റി വയ്ക്കും കേട്ടോ. പിന്നെ ഉപ്പൊന്നും ഇടില്ല.
ചേട്ടന് വേണമെച്ചെങ്കിൽ നമ്മളുടെ ഇന്ദുപ്പ് മേടിച്ച് വെച്ചിട്ടുണ്ട്, അതിട്ടിട്ട് കഴിക്കുകയാണ് ചെയ്യാറുള്ളത്. പിന്നെ ഞാൻ വിചാരിച്ചേ കുറച്ച് മുളക് വറക്കാം, ശ്രീകുട്ടന് ഇഷ്ടമാണ്. പിന്നെ ഉണക്കയിൽ ഇരുന്നിരുന്നു, അതും കൂടി വറുത്തിട്ട് ഞങ്ങൾ ചോറൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഒരു 2 മണി 2:30 ആയിട്ടുണ്ട്. ഞങ്ങൾ ആനോട്ടം കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ സാധാരണ നമ്മൾ കുറച്ച് നേരത്തെ പോകാറുണ്ട്, പിള്ളേരെയൊന്നും കൊണ്ടുപോകാറില്ല, നല്ല തിക്കും തിരക്കും വെയിലൊക്കെയാണ്. അപ്പോൾ ഇപ്രാവശ്യം പിള്ളേരേനും കൂടി കൂട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കറക്റ്റ് സമയത്താണ് നമ്മൾ ചെല്ലണത്. ആനകളേനൊക്കെ ഇങ്ങനെ നിരത്തി നിർത്തുന്ന സമയത്താണ് കേട്ടോ അവിടെ എത്തിയത്. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇതിൽ അങ്ങനെ കാര്യമായിട്ടൊന്നും കാണിക്കുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ നല്ല ചുട്ട വെയിലാണ് കേട്ടോ. അപ്പോൾ മഴയൊക്കെ പെയ്ത കാരണം കുറച്ച് തണവുണ്ടാവും എന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ 2-3 വർഷം ആയിട്ട് നമ്മൾ പോകുന്ന കാരണം നമുക്കറിയാം അവിടെ നല്ല വെയിലായിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ കൊടയൊക്കെ കൈ പിടിച്ചിട്ടാണ് പോയത്. കുറച്ച് നേരം കൊടയൊക്കെ നിർത്തിയിരുന്നു. പിന്നെ ആനോടം തുടങ്ങുമ്പോൾ ബാക്കിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കൊടയൊക്കെ ചുരുക്കിയിട്ടാണ്. പിന്നെ നമ്മൾ നല്ലപോലെ തന്നെ ഫ്രണ്ടിൽ നിന്നിട്ട് ആനോട്ടൊക്കെ കണ്ടു. പിന്നെ പുഷ്പോത്സവമൊക്കെ ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ടാണ് വരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോഴേക്കൊക്കെയാണ് അവിടെ സെറ്റാവുള്ളൂ എന്നാണ് ചേട്ടൻ പറഞ്ഞത്. ഇത് കണ്ടിട്ട് വലിയ ഗുമ്മൊന്നുമില്ല എന്ന് തോന്നുന്നുണ്ട്. ഏതായാലും ഞങ്ങൾ പോയി നോക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആനോട്ടൊക്കെ കഴിഞ്ഞു. പിന്നെ അമ്പലത്തിൻ്റെ അടുത്തേക്കൊന്നും പോയില്ല കേട്ടോ, നല്ല തിരക്കായിരുന്നു. അതൊക്കെ കഴിഞ്ഞതാ ഞങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് ദാഹിച്ചു. പിന്നെ ചേട്ടൻ കൂടെ ഉണ്ടെങ്കിൽ ഒരു ദാഹം വിശപ്പൊക്കെ പതിവാണല്ലോ. അപ്പം അങ്ങനെ നമ്മൾ ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. പിള്ളേർക്ക് ഷേക്കിനോടാണ് താല്പര്യം. പക്ഷേ പിള്ളേർക്ക് എപ്പോഴും പനി ഉണ്ടോന്ന് ലച്ചുവിന് തലേദിവസം വരെ പനിയൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രഷ് ജ്യൂസാണ് കേട്ടോ പറഞ്ഞത്. പൈനാപ്പിളും ഓറഞ്ചും പറഞ്ഞിട്ടുണ്ട്. പിന്നെ കട്ട്ലേറ്റ് ശ്രീകുട്ടൻ്റെ ഒരു വീക്ക്നെസ്സാണ് കേട്ടോ. ശ്രീകുട്ടൻ്റെ കട്ട്ലേറ്റാണ് ഇഷ്ടം. അപ്പോൾ പിന്നെ അതും കൂടി വാങ്ങിച്ചു കൊടുത്തിട്ട് ഞങ്ങൾ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ ചിക്കൻ്റെ കട്ട്ലേറ്റ് ആയത് കാരണം 3 മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ ചേട്ടൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പോണ വഴിയിൽ പലഹാരപ്പെട്ടി നിറയെ പലഹാരങ്ങൾ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ കുറച്ച് വീട്ടിലേക്കും കൂടിയിട്ട് ചായ കുടിക്കേണ്ട സമയമൊക്കെ ആയല്ലോ, കുറച്ച് വട മേടിച്ചു പാഴ്സൽ. അപ്പോൾ അതും കൊണ്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളത് നമ്മളുടെ ടൗൺ ഹാളിലാണ് കേട്ടോ. അപ്പോൾ അവിടേക്ക് പോവാണ് കേട്ടോ, വണ്ടിയിൽ കയറാനായിട്ട്. അപ്പോൾ ആനോട്ടത്തിൻ്റെ മാത്രമായിട്ടുള്ളൊരു വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാൻ താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കുക കേട്ടോ. പിന്നെയും നമ്മൾ ഇനിയും ഗുരുവായൂരിലെ വിശേഷങ്ങൾ ഇനിയും കുറച്ചായിട്ട് ഇടണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഒരു ഇതിൽ ലൈക്ക് ഷെയർ കമൻറ്റ് എന്നൊക്കെ അടിക്കുന്നിടത്ത് ഒരു ഹൈപ്പ് പറഞ്ഞിട്ടുള്ള ബട്ടണും കൂടി ഉണ്ട്, അതും കൂടി ക്ലിക്ക് ചെയ്താൽ നന്നായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.